ഓക്കെ. കാളി, ടീസ്റ്റ എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കാളി, ടീസ്റ്റ എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ പുതിയ SCERT പുസ്തകത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ 9ാം ക്ലാസ്സിലെ SCERT പുസ്തകത്തിലെ പുതിയ പാഠങ്ങളുണ്ടല്ലോ, 3 പുതിയ പാഠങ്ങൾ വന്നിട്ടുണ്ട്. ആ 3 പുതിയ പാഠങ്ങളിലെ ആദ്യത്തെ പാഠം ലോകത്തിന് നെറുകയിൽ എന്ന് പറയുന്ന പാഠം, ആ പാഠത്തിൽ നിന്നുള്ള പുതിയ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പുതിയ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ പുസ്തകത്തിലില്ലാത്ത പുതിയ പുസ്തകത്തിൽ ആഡ് ചെയ്യപ്പെട്ട കണ്ടന്റുകളില്ലേ, ആ കണ്ടന്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ പഴയ ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പണ്ടത്തെ നമ്മുടെ മൗണ്ട് K2, എവറസ്റ്റ്, അതുപോലെ തന്നെ സിയാച്ചിൻ, ഹിമാനി, അങ്ങനെയുള്ള നോർമലി PSC ചോദിക്കുന്ന ശീതമരുഭൂമി, ദ്രാസ്, ഇതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും പുതിയ കണ്ടന്റുകൾ നമ്മൾ 10ാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പാഠത്തിനകത്ത് കണ്ടിട്ടില്ലാത്ത PSC പുതുതായിട്ട് ആഡ് ചെയ്ത ആ ഒരു കണ്ടന്റില്ല, ആ കണ്ടന്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രം. ഒരു 20 ചോദ്യങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എത്ര ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. പുതിയ ചോദ്യങ്ങൾ പഠിക്കുക, അല്ലെ പുതിയൊരു വിവരമാണല്ലോ, അപ്പോൾ അത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ചോദ്യം നമ്പർ 1, ട്രാൻസ് ഹ്യൂമൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ചോദ്യം നമ്പർ 1, ട്രാൻസ് ഹ്യൂമൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരങ്ങളിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗക്കാർ. ഹിമാലയത്തിൻ്റെ ഉയരങ്ങളിൽ താമസിക്കുന്ന വിഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര്. ഇനി ഓപ്ഷൻ സി, ഹിമാലയത്തിൻ്റെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ മാറി ചെയ്യുന്ന കൃഷിരീതി അറിയപ്പെടുന്ന പേര്. മാറി കൃഷി ചെയ്യുന്ന കൃഷിരീതി അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ ഡി, വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വരകളിലേക്കും തുടർന്ന് പർവ്വത ചെരുവുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനം. ഇതിനകത്ത് ഏതാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ട്രാൻസ് ഹ്യൂമൻസ് എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ചാടിക്കേറി അത് ഉയരങ്ങളിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗക്കാരായിരിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ പേര് തന്നെ ഹ്യൂമൻസ് എന്നൊരു വാക്കുള്ളത് തന്നെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ആദ്യം തന്നെ കിടക്കുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടവിഭാഗങ്ങളുടെ പേരായിരിക്കും അത് എന്ന് നമ്മൾ വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ ട്രാൻസ് ഹ്യൂമൻസ് ഒരു പ്രവൃത്തിയാണ്, ഒരു പ്രോസസ്സാണ്. എന്താണത്? ഓപ്ഷൻ ഡി വായിച്ചേ. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വരകളിലേക്കും തുടർന്ന് പർവ്വത ചെരുവുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെയാണ് എന്ത് വിളിക്കുന്നത്? ട്രാൻസ് ഹ്യൂമൻസ് എന്ന പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന സമയങ്ങളിൽ ഹിമാലയത്തിലെ പർവ്വത ചെരുവുകളിൽ നിന്ന് ആളുകൾ താഴ്വരകളിലേക്ക് വരും, ഇടയന്മാർ. കാരണം പുൽമേടുകൾ മുഴുവൻ മഞ്ഞിനാൽ മൂടപ്പെട്ടു, സ്നോഫോളിനാൽ മൂടപ്പെട്ടു. അപ്പോൾ അവർക്ക് അവരുടെ ഈ പറഞ്ഞ വളർത്തുമൃഗങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അവർ സ്വാഭാവികമായിട്ട് താഴേക്ക് പോരും. അവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് മേളി അവർ താഴേക്ക് പോരും. വീണ്ടും വേനൽക്കാലം ആകുമ്പോൾ ഇവർ എന്ത് ചെയ്യും? താഴ്വരകളിൽ നിന്ന് ഈ പുൽമേടുകളിലേക്ക് അവർ വീണ്ടും അങ്ങോട്ടേക്ക് മുകളിലേക്ക് ഉള്ള അവരുടെ ദേശാടനം നടത്തും. മനസ്സിലായില്ലേ? അതായത് പുൽമേടുകളിലേക്കുള്ള ദേശാടനം നടത്തും. ഇത് കണ്ടിന്യൂസ്ലി ഈ ഒരു സൈക്കിൾ പോലെ ഇത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഹിമാലയത്തിൻ്റെ പല ഭാഗങ്ങളിൽ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ട്രാൻസ് ഹ്യൂമൻസ്. പുതിയ പുസ്തകങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ കണ്ടന്റുകളിൽ ഒന്ന്. ചോദ്യം നമ്പർ 2, ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. ഹിമാലയം രൂപപ്പെട്ടത് അങ്ങനെയാണെന്ന് പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഈ 1ാമത്തെ പാഠം ലോകത്തിന് നെറുകയിൽ എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തിന് എഴുതി വെച്ചിട്ടുണ്ട്. ഹിമാലയം രൂപപ്പെട്ടത് ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങിയാണ് ഉണ്ടായത്, മടക്ക് പർവ്വതമായിട്ട് രൂപം കൊണ്ടത് അങ്ങനെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പ്രവൃത്തി അറിയപ്പെടുന്ന പേരെന്താണ്? ഏത്? ഈ ശിലാപാളികൾ മടങ്ങുന്ന ഈ പ്രവൃത്തിയെ വിളിക്കുന്ന പേരെന്ത്? വലനം, ഭ്രംശനം, വിയോജനം, വിഘടനം. ഏതാണ് ആൻസർ? കിട്ടിയോ? യെസ്, വലനമാണ്. വലനം എന്ന് വെച്ചാൽ ഫോൾഡിങ് എന്നാണ്. വലനം എന്ന് വെച്ചാൽ എന്താണ്? ഫോൾഡിങ് ആണ്. 2 ഫലകങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ, ഇന്ത്യൻ ഫലകം, യുറേഷ്യൻ ഫലകം, ഇത് തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ അവ തമ്മിൽ എന്ത് ചെയ്തു? പരസ്പരം ഈ കൂട്ടിയിടിച്ച ആ സമ്മർദ്ദ ബലം കൊണ്ട് ആ ഫലകങ്ങളുടെ അതിരുകൾ മടങ്ങി. അതിനിടയ്ക്കുണ്ടായിരുന്ന ടെത്തിസ് എന്ന് പറയുന്ന കടലിൻ്റെ അടിത്തട്ട് മടങ്ങി. ആ അടിത്തട്ടിലുണ്ടായിരുന്ന അവസാദങ്ങൾ മടങ്ങി ഉയർന്ന് എന്തുണ്ടായി? ഈ പറഞ്ഞ നമ്മുടെ ഹിമാലയ പർവ്വത നിര രൂപപ്പെട്ടു എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ആ ഒരു പ്രവൃത്തി വിളിക്കുന്ന പേരാണെന്ത്? വലനം അല്ലെങ്കിൽ ഫോൾഡിങ്. ഭ്രംശനം അറിയാമല്ലോ. ഭ്രംശനം എന്താണ്? ഫോൾട്ടിങ് ആണ്. ഫോൾഡിങ് അല്ല, ഫോൾട്ടിങ്. ഭ്രംശനം. വിയോജനം എന്താണ്? 2 ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുന്നതാണ് ഇത് വിയോജനം. ഭ്രംശനം എന്ന് വെച്ചാൽ പൊട്ടൽ, ഫോൾട്ടിങ്. വിയോജനം എന്ന് വെച്ചാൽ 2 ഫലകങ്ങൾ അകന്നു പോകുന്നു, അതാണ് വിയോജനം. ഇനി വിഘടനം. ഓക്കെ, 4 എണ്ണം. അങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആൻസർ ഏതാണ്? വലനമാണ്. നമ്മുടെ ആൻസർ എന്താണ്? വലനം. നെക്സ്റ്റ്, സമുദ്രനിരപ്പിൽ നിന്നും സാധാരണ എത്ര മീറ്റർ ഉയരത്തിലുള്ള ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത്? നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഏറ്റവും അവസാനം നമുക്ക് നടന്നൊരു പരീക്ഷയിൽ ഇതേപോലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും സാധാരണ എത്ര മീറ്റർ ഉയരത്തിലുള്ള ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത്? പുതിയ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. 1000 മീറ്റർ, 900 മീറ്റർ, 800 മീറ്റർ, 700 മീറ്റർ. പെട്ടെന്ന് പഠിച്ചു. ആൻസർ എത്രയാണ്? 900 മീറ്റർ ആണ്. സമുദ്രനിരപ്പിൽ നിന്നും സാധാരണ 900 മീറ്റർ ഉയരത്തിലുള്ള ഭൂരൂപങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്? പുതിയ പുസ്തകത്തിലെ ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ ഒരെണ്ണം കൂടെ പഠിച്ചു. 4ാമത്തെ ചോദ്യം, ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് കേട്ടോ, ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ചോദ്യം ഇതാണ്. ഓപ്ഷൻ ഹിമാലയം, ട്രാൻസ് ഹിമാലയം, പൂർവാചൽ, ഹിന്ദുക്കുഷ്. ആരെയാണ് ടിബറ്റൻ ഹിമാലയം എന്ന് വിളിക്കുന്നത്? ആരെയാണ് ടിബറ്റൻ ഹിമാലയം എന്ന് വിളിക്കുന്നത്? ഹിമാലയത്തെയാണോ, ട്രാൻസ് ഹിമാലയത്തെയാണോ, പൂർവാചലിനെയാണോ, ഹിന്ദുക്കുഷിനെയാണോ? ഏതിനെയാണ് ടിബറ്റൻ ഹിമാലയം എന്ന് വിളിക്കുന്നത്? ആൻസർ ബി ആണ്. ട്രാൻസ് ഹിമാലയത്തെയാണ് നമ്മൾ ടിബറ്റൻ ഹിമാലയം എന്ന് വിളിക്കുന്നത്. കാരണം ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ 3 മലനിരകളുണ്ട്. അതിലെ കാരക്കോറം നിരകളുടെ ടിബറ്റ് എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ള എക്സ്റ്റൻഷൻ്റെ പേരാണ് കൈലാഷ്. എന്താണ്? കൈലാഷ്. അപ്പോൾ കാരക്കോറം നിരകളുടെ ഭൂരിഭാഗവും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? കൈലാഷ് എന്ന പേരിൽ ടിബറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ് ഹിമാലയത്തെ എന്ത് വിളിക്കുന്നു? ട്രാൻസ് ഹിമാലയത്തെ ടിബറ്റൻ ഹിമാലയം എന്നുകൂടി വിളിക്കുന്നു എന്ന് 9ാം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിൽ, SCERTയുടെ പുതിയ പുസ്തകത്തിൽ ലോകത്തിന് നെറുകയിൽ എന്ന 1ാമത്തെ പാഠത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നു. അത് പഠിക്കണം. നെക്സ്റ്റ്, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി നീളവും വീതിയും എത്ര? അടുത്ത ചോദ്യം, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി നീളവും വീതിയും എത്ര? 965 കിലോമീറ്റർ നീളം, 40 കിലോമീറ്റർ വീതി. 1000 കിലോമീറ്റർ നീളം, 40 കിലോമീറ്റർ വീതി. 1000 കിലോമീറ്റർ നീളം, 40 മീറ്റർ വീതി. 905 കിലോമീറ്റർ നീളം, 40 മീറ്റർ വീതി. ഏതാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി നീളവും വീതിയും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ ഡി ആണ്. 965 കിലോമീറ്റർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 965 കിലോമീറ്റർ, 40 കിലോമീറ്റർ എന്നുള്ളതാണ് ആൻസർ. 965 കിലോമീറ്റർ നീളവും 40 കിലോമീറ്റർ വീതിയും ട്രാൻസ് ഹിമാലയത്തിനുണ്ട്. ഇവിടെ 40 മീറ്റർ എന്നുള്ളതിലേക്ക് പോകരുത് കേട്ടോ, 40 മീറ്റർ എന്നുള്ളതിലേക്ക് പോകരുത്. 40 കിലോമീറ്ററിനടുത്താണ് ഇതിൻ്റെ വീതി വരുന്നത്. 965 കിലോമീറ്റർ എന്നുള്ളതാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ നീളമായിട്ട് പരിഗണിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം, ഹിമാദ്രി നിരകളുടെ ശരാശരി വീതി എത്ര? ഹിമാദ്രി നിരകളുടെ, നമ്മൾ ഹിമാലയത്തിലെ 3 നിരകൾ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് പഠിക്കാറുണ്ട്. അതിനകത്ത് ഹിമാദ്രി നിരകളുടെ ഉയരം പഠിക്കുന്നത് 6000 മീറ്ററും, ഹിമാദ്രി നിരകളുടെ ഉയരം പഠിക്കുന്നത് 6000 മീറ്ററും, ഹിമാചൽ നിരയുടെ ഉയരം പഠിക്കുന്നത് 3000 മീറ്ററും, ശിവാലിക് നിരകളുടെ ഉയരമായിട്ട് പഠിക്കുന്നത് 1220 മീറ്ററുമാണ്. 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നമ്മൾ ഇതിങ്ങനെ പഠിച്ചിട്ടുണ്ട്. പുതിയ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ ഹിമാദ്രി നിരകളുടെ ഉയരം 6100 മീറ്റർ എന്നാണ് പുതിയ പുസ്തകത്തിനകത്ത് അച്ചടിച്ച് വന്നിട്ടുള്ളത്. ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ചാൽ 9ാം ക്ലാസ്സിൽ 6100 എന്ന് പഠിച്ചിട്ട് പോകും, 10ാം ക്ലാസ്സിൽ 6000 എന്ന് പഠിക്കും. ഒരു സ്കൂൾ വിദ്യാർത്ഥി അല്ലേ, അവന് തന്നെ കൺഫ്യൂഷൻ ആവും 100 മീറ്റർ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കുറഞ്ഞോ എന്നുള്ളത്. ഇനി ഹിമാചൽ നിരയുടെ ഉയരം 3000 മീറ്റർ എന്നാണ് നമ്മൾ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളത്. പുതിയ പുസ്തകത്തിനകത്ത് അടിച്ചു വന്നേക്കുന്നത് 3500 to 4500 മീറ്റർ എന്നാണ് കേട്ടോ. ഇനി ശിവാലിക്കിൻ്റെ നീളം പുതിയ പുസ്തകത്തിനകത്ത് ഇല്ല, ഉയരം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 1220 മീറ്റർ എന്നുള്ളത് തന്നെ ശിവാലിക്കിൻ്റെ ഉയരമായിട്ട് നമുക്ക് പഠിക്കാം. ഇനി പുതിയ പുസ്തകത്തിനകത്ത് എല്ലാത്തിൻ്റെയും വീതിയും കൂടെ വന്നിട്ടുണ്ട്. എത്രയാണ് ഹിമാദ്രിയുടെ വീതിയായിട്ട് പറയുന്നത്? 25 കിലോമീറ്ററാണ് ഹിമാദ്രി നിരകളുടെ വീതി. എത്ര കിലോമീറ്റർ? 25 കിലോമീറ്റർ. ഹിമാചലിൻ്റെ വീതി എത്രയാണ്? ഹിമാചലിൻ്റെ വീതി ഹിമാചൽ നിരകളുടെ വീതി 60 തൊട്ട് 80 കിലോമീറ്റർ എന്ന് കൊടുക്കുന്നു. 60 തൊട്ട് 80 കിലോമീറ്റർ. ഉയരം മീറ്ററിലാണ് പറഞ്ഞത്, വീതി കിലോമീറ്ററിലാണ് പറയുന്നത്. ശിവാലിക്കിൻ്റെ വീതി പറയുന്നു 60 തൊട്ട് 150 കിലോമീറ്റർ. ശിവാലിക്കിൻ്റെ വീതി പറയുന്നു 60 തൊട്ട് 150. ഹിമാചലിൻ്റെ വീതി പറയുന്നു 60 തൊട്ട് 80. ഹിമാദ്രിയുടെ വീതി പറയുന്നു 25 കിലോമീറ്റർ. ഉയരം എല്ലാത്തിൻ്റെയും നമ്മൾ മീറ്ററിൽ പറയും, വീതി ഈ പറഞ്ഞ നിരകളുടെ എല്ലാത്തിൻ്റെയും കിലോമീറ്ററിൽ പറയും. അപ്പോൾ പുതിയ അപ്ഡേഷനാണ്, പഠിച്ചോളുക. ഹിമാദ്രി നിരകളുടെ ശരാശരി വീതി 25 കിലോമീറ്റർ. ഹിമാചൽ നിരകളുടെ ശരാശരി വീതി 60 മുതൽ 80 കിലോമീറ്റർ. ശിവാലിക് നിരകളുടെ ശരാശരി വീതി 60 മുതൽ 150 കിലോമീറ്റർ വരെ. 60 മുതൽ 150 കിലോമീറ്റർ വരെ. ക്ലിയർ? അടുത്ത ചോദ്യം. ഓക്കെ, കാളി, ടീസ്റ്റ എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത്? അടുത്ത ചോദ്യം, കാളി, ടീസ്റ്റ എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പടിഞ്ഞാറ് ഹിമാലയം, ഓപ്ഷൻ ബി മധ്യ ഹിമാലയം, ഓപ്ഷൻ സി കിഴക്കൻ ഹിമാലയം, ഓപ്ഷൻ ഡി വടക്ക് ഹിമാലയം. 9ാം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിൽ ഹിമാലയത്തെ മുറിച്ച് കിടക്കുന്ന നദികളുടെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊരു ഇന്ത്യയുടെ ഒരു മാപ്പ് വരച്ച് ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഹിമാലയമുണ്ട്. ഏറ്റവും വടക്ക് ഭാഗത്താണ് ഹിമാലയ പർവ്വതനിരയുള്ളത്. ഈ ഹിമാലയത്തെ മുറിച്ച് കിടക്കുന്ന നദികളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ തരംതിരിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ വടക്ക് ഭാഗത്ത് ഈ ഭാഗത്ത് എന്തുണ്ട്? ഹിമാലയ പർവ്വതനിരയുണ്ട്. ഹിമാലയത്തെ മുറിച്ച് കിടക്കുന്ന നദികളായ 1 സിന്ധു,
അതേപോലെ തന്നെ കാളി, ഈ നദികൾക്കിടയിലുള്ള ഇത്രയും ഭാഗത്തെ പടിഞ്ഞാറൻ ഹിമാലയം എന്നും, കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയ്ക്കുള്ള ഈ ഒരു ഹിമാലയത്തെ മധ്യ ഹിമാലയം എന്നും, ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്ര ഇടയ്ക്കുള്ള ഈ ഒരു ഹിമാലയ ഭാഗത്തെ കിഴക്കൻ ഹിമാലയം എന്നും മൂന്നായി തരംതിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യം, കാളി ടീസ്റ്റ, സിന്ധു കാളി നദികൾക്കിടയിലുള്ള ഹിമാലയം പടിഞ്ഞാറൻ ഹിമാലയമാണ്. കാളി ടീസ്റ്റ എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗം അപ്പോൾ എന്താണ്? മധ്യ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഇനി ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയ്ക്കുള്ള ഹിമാലയമാണ് ചോദിക്കുന്നതെങ്കിൽ എന്തുത്തരം എഴുതിക്കോണം? കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയം മറക്കരുത്. സിന്ധു അതേപോലെ തന്നെ കാളി എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗമാണ് പടിഞ്ഞാറൻ ഹിമാലയം. കാളി ടീസ്റ്റ എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗമാണ് മധ്യ ഹിമാലയം. ഇനി ടീസ്റ്റ ബ്രഹ്മപുത്ര എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗമാണ് എന്ത്? കിഴക്കൻ ഹിമാലയം. ഓക്കെ, അടുത്ത ചോദ്യം, ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത്? ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത്? നമ്മുടെ 10ാം ക്ലാസ്സിലെ SCRT പുസ്തകത്തിൽ ഭൂപ്രകൃതിയെ പറ്റി പഠിക്കുന്ന ഭാഗത്ത് 4 ചുരങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ? സോജില ചുരം, അതേപോലെ തന്നെ നാഥുല ചുരം, പിന്നെ പ്രധാനമായിട്ടും പഠിക്കുന്ന ഏതാണ്? ഖർദുംഗ്ല ചുരം. അങ്ങനെ ഒരു 3-4 ചുരങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ മറ്റൊരു പുതുതായിട്ടൊരു ചുരം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ, ഹിമാലയത്തെ പറ്റി, ഹിമാലയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചുരം കൂടെ അല്ലേ? 10ാം ക്ലാസ്സിൽ നമ്മൾ സോജില, അതുപോലെ തന്നെ ലിപ്പുലേക്ക് അല്ലേ, ലിപ്പുലേക്ക്, ഷിപ്കില, നാഥുല, ഇത് 4 പഠിക്കുന്നത്. ഇവിടെ മറ്റൊരു ചുരം കൂടെ ആഡ് ചെയ്യുന്നു. ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ബനിഹൽ ചുരമാണ്. ജമ്മുവിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന ചുരം എന്നാണ് ബനിഹൽ ചുരം നോർമലി പഠിക്കാറുള്ളത്. പുസ്തകത്തിൽ ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായി അങ്ങനെ തന്നെ ഞാൻ കൊടുത്തേക്കുവാണ്. കാശ്മീർ താഴ്വരയിലാണ് ശ്രീനഗർ പട്ടണം വരുന്നത്. അതുകൊണ്ടാണ് ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് എന്ത് കൊടുക്കുന്നത്? ബനിഹൽ ചുരം കൊടുക്കുന്നത്. സോജില അറിയാമല്ലോ, സോജില ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഇത്, സോജില ചുരം കേട്ടോ. ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ഫോർട്ടുല ചുരം കാർഗിലിനെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഫോർട്ടുല ചുരം. ഖർദുംഗ്ല ചുരം ലേയെ സിയാച്ചിനുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കേട്ടോ, ഖർദുംഗ്ല ചുരം. അടുത്ത ചോദ്യം, പടിഞ്ഞാറൻ ഹിമാലയത്തെ വിവിധ ഭാഗങ്ങളായി തരംതിരിക്കുമ്പോൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർപ്പാഞ്ചാൽ തുടങ്ങിയ മലനിരകൾ ഏത് ഹിമാലയ ഭാഗത്ത് ഉൾപ്പെടും? ഞാൻ നേരത്തെ പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്ന തരംതിരിവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി അതിലെ ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ തന്നെ വീണ്ടും 3ആയിട്ട് തരംതിരിക്കുന്നു. അതിനു മുമ്പ് പടിഞ്ഞാറൻ ഹിമാലയം ഏതൊക്കെ നദികൾക്കിടയിലായിരുന്നു എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. പടിഞ്ഞാറൻ ഹിമാലയം വരുന്നത് അല്ലേ, പടിഞ്ഞാറൻ ഹിമാലയം വരുന്നത് സിന്ധു നദിക്കും, ഇവിടെ സിന്ധു നദിക്കും അതേപോലെ തന്നെ കാളി നദിക്കും ഇടയ്ക്കുള്ള ഹിമാലയ ഭാഗമായിരുന്നു പടിഞ്ഞാറൻ ഹിമാലയം അല്ലേ? സിന്ധു നദിക്കും കാളി നദിക്കും ഇടയ്ക്ക്. അപ്പോൾ സിന്ധു നദി കടന്നു പോകുന്ന സ്ഥലം നോക്കിക്കോ. അപ്പോൾ സിന്ധു നദിക്കും കാളി നദിക്കും ഇടയ്ക്കുള്ള ഹിമാലയ ഭാഗം ഇവിടെയായിരുന്നു. ഈ ഹിമാലയ ഭാഗമായിരുന്നു പടിഞ്ഞാറൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ തന്നെ 3ആയി തരംതിരിക്കുകയാണ്. ഒന്ന് കാശ്മീരിൻ്റെ ഭാഗത്തുള്ള ഹിമാലയം, 2 ഹിമാചൽ പ്രദേശിൻ്റെ ഭാഗത്തുള്ള ഹിമാലയം, 3 ഉത്തരാഖണ്ഡിൻ്റെ ഭാഗത്തുള്ള ഹിമാലയം. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ 3ആയി തരംതിരിക്കുന്നു. കാശ്മീരിൻ്റെ ഭാഗത്തുള്ള ഹിമാലയം, അതാണ് കാശ്മീർ ഹിമാലയം. 2 പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ 3 തരംതിരിവുകളാണ്. 1 കാശ്മീർ ഹിമാലയം, 2 ഹിമാചൽ ഹിമാലയം കേട്ടോ, ഹിമാചൽ ഹിമാലയം, 3 ഉത്തരാഖണ്ഡ് ഹിമാലയം. അങ്ങനെ 3ആയി തരംതിരിക്കുന്നു. അതിലെവിടെയാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർപ്പാഞ്ചലൊക്കെ വരുന്നത്? ഏത് ഭാഗത്തായിരിക്കും? ഉറപ്പായിട്ട് നമുക്കറിയാം അത് കാശ്മീർ ഹിമാലയ ഭാഗത്തായിരിക്കും. എവിടെയായിരിക്കും? കാശ്മീർ ഹിമാലയ ഭാഗത്താണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർപ്പാഞ്ചാൽ തുടങ്ങിയ മലനിരകൾ വരുന്നത് ഏത് ഹിമാലയ ഭാഗത്തായിരിക്കും? കാശ്മീർ ഹിമാലയ ഭാഗത്തായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ 3ആയി തരംതിരിക്കുന്നതാണ് കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. അങ്ങനെ 3ആയിട്ട് ഇതിനെ വീണ്ടും തരംതിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ്, കാശ്മീർ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഏത് തടാകത്തിൻ്റെ താഴ്വരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മാനസരോവർ തടാകം, ഓപ്ഷൻ ബി ദാൽ തടാകം, ഓപ്ഷൻ സി ചന്ദ്രതാൽ തടാകം, ഓപ്ഷൻ ഡി സൂരജ് താൽ തടാകം. ഏതാണ് ആൻസർ? കാശ്മീർ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഏത് തടാകത്തിൻ്റെ താഴ്വരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദാൽ തടാകമാണ്. കാശ്മീർ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ദാൽ തടാകത്തിൻ്റെ താഴ്വരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ താഴ്വരയിലെ പ്രസിദ്ധമായ 2 തടാകങ്ങളാണ് ദാൽ തടാകവും വൂളാർ തടാകവും. കാശ്മീർ താഴ്വരയിലുള്ള 2 പ്രസിദ്ധമായ തടാകങ്ങൾ. അതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ തടാകം. കാശ്മീർ താഴ്വരയിലുള്ള പ്രസിദ്ധമായ പട്ടണമാണ് ശ്രീനഗർ. പുസ്തകത്തിൽ വളരെ എടുത്തു പറയുന്നുണ്ട്, ശ്രീനഗർ ദാൽ തടാകത്തിൻ്റെ തീരത്താണ്. 9ാം ക്ലാസ്സിലെ ലോകത്തിന് നെറുകിലെന്ന 1ാമത്തെ പാഠത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് ഓർത്ത് വെക്കുക. ചന്ദ്രതാൽ തടാകവും സൂരജ് താൽ തടാകവും ഒക്കെ ഹിമാചൽ ഹിമാലയത്തിൻ്റെ ഭാഗത്താണ്. ഏത് ഹിമാലയത്തിൻ്റെ ഭാഗത്താണ്? ഹിമാചൽ ഹിമാലയത്തിൻ്റെ ഭാഗത്ത്. ദാൽ തടാകം കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗത്ത്. ഇനി നൈനിത്താൽ തടാകമുണ്ട്. നൈനിത്താൽ തടാകം അത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ ഭാഗത്ത് വരും കേട്ടോ. നൈനിത്താൽ തടാകം
ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ ഭാഗത്താണ് എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ്, കാശ്മീർ ഹിമാലയ പർവ്വത ചെരുവുകളിൽ വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകളാണ് ഡാഷ്. കാശ്മീർ ഹിമാലയ പർവ്വത ചെരുവുകളിൽ വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകളാണ്. നിങ്ങളിവിടെ ബുഗ്യാലായിരിക്കും തിരയുന്നത് ഓപ്ഷനിൽ അല്ലേ, ദ്വാർ, മർഗ്, ടെറായി, റാൻ. അപ്പോൾ നിങ്ങളിവിടെ ബുഗ്യാലായിരിക്കും തിരയുന്നത്. ആൻസർ മർഗാണ്. കാശ്മീർ ഹിമാലയ പർവ്വത ചെരുവുകളിൽ വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകൾ മർഗാണ്. സോനമർഗ്, ഗുൽമർഗ് എന്ന പേരിൽ മർഗുകൾ അറിയപ്പെടുന്നു. എന്നാൽ ഉത്തരാഖണ്ഡ് ഹിമാലയ ഭാഗത്ത് പർവ്വത ചെരുവുകളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് ബുഗ്യാലുകൾ. തെറ്റിപ്പോകരുത്. ഉത്തരാഖണ്ഡ് ഹിമാലയ ഭാഗത്തെ പർവ്വത ചെരുവുകളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് ഇത് ബുഗ്യാലുകൾ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മർഗ് കാശ്മീർ ഹിമാലയ ഭാഗത്ത് രൂപപ്പെടുന്ന പുൽമേടുകളാണ്. ഹിമാചൽ മേഖലയിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം? ഉംലിംഗ്ല ചുരം, ഖർദുംഗ്ല, സോജില ചുരം, ഫോർട്ടുല ചുരം, ബാരാലാച്ച ചുരം, റോക്താങ് ചുരം, നാഥുല ചുരം, ജലപ്ല ചുരം. ഏതാണ് ഹിമാചൽ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ചുരം? ഹിമാചൽ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ചുരം ഓപ്ഷൻ സി ആണ്. ബാരാലാച്ച ചുരം, റോക്താങ് ചുരം തുടങ്ങിയവയാണ്. ഇതിനകത്ത് റോക്താങ് ചുരം കുളു താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു. കുളു താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു. ബാരാലാച്ച ചുരം ലാഹുൽ സ്പിതി താഴ്വരയെ ലേയുമായി ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ബാരാലാച്ച ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. കുറച്ചുകൂടെ സ്പെസിഫിക് ആയി പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിലെ ലാഹുൽ സ്പിതി താഴ്വരയെ ലഡാക്കിലെ ലേയുമായി ബന്ധിപ്പിക്കുന്നു. റോക്താങ് ചുരം എളുപ്പമല്ലേ? കുളു താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു കേട്ടോ. കുളു താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു. ആര്? റോക്താങ് ചുരം. ഉംലിംഗ്ല, ഖർദുംഗ്ല ഒക്കെ എവിടെയാണ്? ലഡാക്കിലാണ്. സോജില, ഫോർട്ടുല ഒക്കെ എവിടെയാണ്? കാശ്മീർ മേഖലയിലെ ചുരങ്ങളാണ്. നാഥുല, ജലപ്ല ഒക്കെ എവിടെയാണ്? അവരൊക്കെ സിക്കിം മേഖലയിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മധ്യ ഹിമാലയത്തിൻ്റെ ഭാഗത്ത് വരുന്ന ചുരങ്ങളാണ് കേട്ടോ. മധ്യ ഹിമാലയത്തിൻ്റെ ഭാഗത്ത് വരുന്ന ചുരങ്ങളാണ്. ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ അടുത്ത ചോദ്യം. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്ന പേര്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്, പടിഞ്ഞാറും കിഴക്കും. അപ്പോൾ ഓപ്ഷൻ നോക്കിക്കേ, കുമയൂൺ, ഗഡ്വാൾ, പീർ പാഞ്ചാൽ, മഹാഭാരത. ഏതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ ബി ആണ്, ഗഡ്വാൾ ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ കിഴക്ക് ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ കിഴക്ക് ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം. ലെസർ ഹിമാലയത്തിനും ശിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകൾ അറിയപ്പെടുന്ന പേര്? ദ്വാർ, ഡൂണുകൾ, ഗോർജുകൾ, ക്യാനോണുകൾ. ഏതാണ് ലെസർ ഹിമാലയത്തിനും ശിവാലിക് നിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകൾ? ഓപ്ഷൻ ബി, ഡൂണുകളാണ്. ഈ ചോദ്യം ഇത് ഓൾറെഡി പണ്ടും ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതൊരു പുതിയ ചോദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും പഠിക്കാറുള്ളത് ശിവാലിക് നിരകളിൽ കാണപ്പെടുന്ന വീതി കുറഞ്ഞ ശിവാലിക് നിരകളിൽ കാണപ്പെടുന്ന വീതി കുറഞ്ഞ ഇടുങ്ങിയ താഴ്വരകളാണ് അല്ലേ? നീളമുള്ള താഴ്വരകളാണ്, വീതി കുറവാണ്, ഇടുങ്ങിയ താഴ്വരയാണ് ഡൂണുകൾ എന്നാണ് പഠിക്കുന്നത്. 9ാം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുവാണ്, ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാചൽ നിരയ്ക്കും ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന ശിവാലിക് നിരയ്ക്കും ഇടയിലുള്ള താഴ്വരയാണ് ഏത്? ഡൂണുകൾ. അപ്പം കുറച്ച് പേർക്കെങ്കിലും ഇത് വായിക്കുമ്പോൾ സംശയം വരാം. ഇത് കൃത്യമായിട്ട് ശിവാലിക് എന്നറിയപ്പെടുന്ന ഹിമാലയത്തിലെ 3ാമത്തെ നിരയില്ലേ, അതിനോട് വളരെ ചേർന്നാണ് ഈ പറഞ്ഞ ഡൂണുകൾ കാണപ്പെടുന്നത്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് സംശയം വരും, ശിവാലിക്കിൻ്റെ വടക്ക് ഭാഗമാണോ തെക്ക് ഭാഗമാണോ എന്ന്. ശിവാലിക്കിനും ലെസർ ഹിമാലയം എന്ന് പറയുന്ന ഹിമാചലിനും ഇടയിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എവിടെയായിരിക്കും? ശിവാലിക്കിൻ്റെ വടക്ക് ഭാഗത്താണ് ഏത് ഡൂണുകളുള്ളത്, അല്ലാതെ ശിവാലിക്കിൻ്റെ തെക്ക് ഭാഗത്തല്ല കേട്ടോ. ശിവാലിക്കിൻ്റെ തെക്ക് ഭാഗത്തല്ല, ശിവാലിക്കിൻ്റെ വടക്ക് ഭാഗത്ത്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ശിവാലിക്കിനും ഹിമാചലിനും ഇടയിലാണ് ഡൂണുകൾ കാണപ്പെടുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? ആരാണ് ഈ ദ്വാർ? പലപ്പോഴായിട്ട് ഓപ്ഷൻ വന്നു. ആരാണ് ദ്വാർ? സിക്കിം ഡാർജിലിംഗ് മേഖലയ്ക്ക് ശേഷമുള്ള ശിവാലിക് മലനിരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ദ്വാർ കേട്ടോ. സിക്കിം ഡാർജിലിംഗ് മേഖലകൾക്ക് ശേഷമുള്ള ശിവാലിക് മലനിരകൾ, വളരെ ദുർബലമായ ശിവാലിക് മലനിരകൾ അതിന് ശേഷമുള്ളത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്വാർ. ഗോർജ് അറിയാവോ? ഹിമാലയത്തിലെ പർവ്വത നിരകളിലുള്ള ആഴമേറിയ താഴ്വരകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗോർജുകൾ. ക്യാനോണുകൾ എന്താണ്? പടിക്കെട്ടുകളോട് കൂടിയ താഴ്വരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പടിക്കെട്ടിൻ്റെ സമാനമായ വശങ്ങളുള്ള താഴ്വരകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാന്യോണുകൾ. ഓക്കെ, നെക്സ്റ്റ്. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഇടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? എന്താണ് ഈ ഗഡ്വാൾ മേഖല? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സ്ഥലത്തിനെ വിളിക്കുന്ന പടിഞ്ഞാറൻ ഭാഗത്തിൻ്റെ പേരാണ് ഗഡ്വാൾ മേഖല. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ കിഴക്ക് ഭാഗമാണിത് കുമയൂൺ മേഖല. നമ്മൾ പഠിച്ചല്ലേ, കുറച്ച് മുമ്പ് അങ്ങോട്ട് പഠിച്ചോളൂ.
ചോദ്യം വന്നതുണ്ടോ? ഇവിടെ കാണപ്പെടുന്ന പുൽമേടിൻ്റെ പേരെന്ത്? നിങ്ങൾ തിരഞ്ഞ ചോദ്യത്തിന് ഉത്തരം വന്നു, ബുഗ്യാൽ. അപ്പം കാശ്മീർ ഹിമാലയത്തിലെ വേനൽക്കാല പുൽമേടുകൾ ചോദിച്ചാൽ മർഗും മർഗ് അല്ലേ. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രത്യേകിച്ച് ഗഡ്വാൾ മേഖലയിലുള്ള വേനൽക്കാല പുൽമേടുകൾ ചോദിച്ചാൽ ഉത്തരം എന്താണ്? ബുഗ്യാലുമാണ്. എന്താണ്? ബുഗ്യാല്. പ്രകൃതിയുടെ സ്വന്തം പൂന്തോട്ടം എന്ന വിശേഷണമുള്ളത് ഈ ബുഗ്യാലുകൾക്കാണ് കേട്ടോ. പ്രകൃതിയുടെ സ്വന്തം പൂന്തോട്ടം എന്നൊക്കെ വിശേഷണമുള്ളത് ബുഗ്യാലുകൾക്കാണ്. അടുത്ത ചോദ്യം, നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയ ഭാഗം ഏത്? പടിഞ്ഞാറ് ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം, വടക്കൻ ഹിമാലയം. ഏതാണ് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയ ഭാഗം? അറിയാമോ? നേപ്പാൾ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിമാലയ ഭാഗം മധ്യ ഹിമാലയമാണ്. മധ്യ ഹിമാലയം ഏതൊക്കെ നദികൾക്കിടയിലാണ്? കാളി, ടീസ്റ്റ. ഇനി മറക്കരുത്, കാളി, ടീസ്റ്റ. അപ്പം കാശ്മീർ ഹിമാലയമോ? സിന്ധു, കാളി അല്ലേ. സിന്ധു നദിക്കും കാളി നദിക്കും ഇടയ്ക്കും. മധ്യ ഹിമാലയം കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയ്ക്ക്. ഈ ഭാഗത്ത് പ്രധാനമായിട്ടും വരുന്നത്, മധ്യ ഹിമാലയത്തിൻ്റെ ഭാഗത്ത് പ്രധാനമായിട്ടും വരുന്നത് നേപ്പാൾ എന്ന രാജ്യമാണ്. ഇവിടെയാണ് എവറസ്റ്റും കാഞ്ചൻജംഗ പോലെയുള്ള കൊടുമുടികളൊക്കെ വരുന്നത് കേട്ടോ. ഈ നേപ്പാൾ ഹിമാലയം അല്ലെങ്കിൽ മധ്യ ഹിമാലയത്തിലാണ്. ഇനി ടീസ്റ്റ് തൊട്ട് ബ്രഹ്മപുത്ര വരെയുള്ളതാണ് കിഴക്കൻ ഹിമാലയം. അവിടെയാണ് അരുണാചൽ ഹിമാലയം ഒക്കെ വരുന്നത് കേട്ടോ. അരുണാചൽ ഹിമാലയത്തിലെ ഗോത്ര വിഭാഗങ്ങളൊക്കെ വരുന്നത് ആ ഒരു കിഴക്കൻ ഹിമാലയത്തിൻ്റെ ഭാഗത്താണ്. അടുത്ത ചോദ്യം, അസം ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്ന കിഴക്കൻ ഹിമാലയത്തിൽ ഏതാണ്ട് ചോദ്യം വന്നു, പ്രധാന കൊടുമുടി ഏത്? നംചബറുവ, നംഗപർബത്ത്, കാഞ്ചൻജംഗ, അന്നപൂർണ. അസം ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്ന കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, നംചബർവയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, നംചബർവയാണ്. ഏതാണ് അസം ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടി? അതായത് കിഴക്കൻ ഹിമാലയത്തിൽ ഏറ്റവും സുപ്രധാനമായ കൊടുമുടി എന്ന് ഇതറിയപ്പെടുന്നു. 7756 മീറ്റർ എന്നതിൻ്റെ ഉയരമെന്ന് 9ാം ക്ലാസ്സിലെ SCRT പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? പുതുതായിട്ട് വീണ്ടും നമ്മളിവിടെ 2 ചുരങ്ങൾ കൂടി പഠിക്കുന്നുണ്ട് SCRT പാഠപുസ്തകം 9ാം ക്ലാസ്സിൽ. അപ്പോൾ ഈ ചുരങ്ങളൊക്കെ ഇനി ചോദ്യമായിട്ട് വരാം. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? 9ാം ക്ലാസ് SCRT പുസ്തകത്തിൽ എടുത്തു പറയുന്നു. ഓപ്ഷൻ എ, ബോംഡില ചുരം. ഏതാണ്? ബോംഡില ചുരം. ദിഫു ചുരത്തെ പറ്റിയും അവിടെ എടുത്തു പറയുന്നുണ്ട് 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ കേട്ടോ. ഏതാണ്? അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അരുണാചൽ പ്രദേശിനെ എങ്ങോട്ട് ബന്ധിപ്പിക്കുന്നു? മ്യാൻമറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഫു ചുരമെന്ന് പാഠപുസ്തകത്തിനകത്ത് എടുത്തു പറയുന്നു, പുതിയ പുസ്തകത്തിനകത്ത് എടുത്തു പറയുന്നു. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചോണം. ഏതാണ്? ബോംഡില ചുരം. അരുണാചൽ പ്രദേശിനെ തന്നെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു ചുരം കൂടെ പഠിക്കുന്നുണ്ട്, പുസ്തകത്തിലില്ലെങ്കിൽ നമ്മൾ പഠിക്കാറുണ്ട്. അത് ബുംല ചുരമാണ്. ഏത് ചുരമാണ്? ബുംല ചുരമാണ്. ഓക്കെ, ഇനി ലോക്തക് തടാകത്തിൽ കാണപ്പെടുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും കൂടിക്കലർന്ന് പൊങ്ങിക്കിടക്കുന്ന തുരുത്തുകൾ അറിയപ്പെടുന്ന പേര്? പൊങ്ങിക്കിടക്കുന്ന തുരുത്തുകൾ കേട്ടോ, പൊങ്ങിക്കിടക്കുന്ന തുരുത്തുകൾ അറിയപ്പെടുന്ന പേര് എന്തൊക്കെ കൂടിക്കലർന്നതാ? സസ്യാവശിഷ്ടങ്ങളും മണ്ണും കൂടിക്കലർന്ന പൊങ്ങിക്കിടക്കുന്ന തുരുത്തുകൾ അറിയപ്പെടുന്ന പേര്. എവിടാ ലോക്തക് തടാകം? മണിപ്പൂരാണ് അല്ലേ. നമ്മുടെ വടക്കിഴക്ക് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇത്, ഈ പറഞ്ഞ ലോക്തക് തടാകം. ഇവിടെയാണ് കേബിൾ ലംജാവോ എന്ന ഒഴുകുന്ന ദേശീയോദ്യാനമൊക്കെ ഉള്ളത്. അപ്പോൾ ഈ തടാകത്തിൽ ധാരാളം തുരുത്തുകളുണ്ട്. ആ തുരുത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഫുംഡികളാണ് കേട്ടോ. പുസ്തകത്തിനകത്ത് ഫുംഡികൾ എന്നാണ് കൊടുത്തേക്കുന്നത്, ശരിക്കും അത് ഫുംഡീസ് എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കേട്ടോ. ഫുംഡീസ് എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ ലോക്തക് തടാകത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം തുരുത്തുകളുണ്ട്. ഈ തുരുത്തുകളെ ഫുംഡികൾ എന്ന് വിളിക്കുന്നു. ഇവിടെ ഒരു ഇത്തരത്തിലൊരു ഫുംഡി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതൊരു ദേശീയ ഉദ്യാനം കൂടിയാണ്. അത് ഏതാണ്? പറഞ്ഞേ, ഏതാണ്? കേബിൾ ലംജാവോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏറ്റവും പുതിയ പുസ്തകത്തിൽ നിന്നുള്ള, ഏറ്റവും പുതിയ പാഠത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ ചോദ്യങ്ങൾ, നോർമലി നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങളുടെ റാങ്ക് ഫയൽസിനകത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ പരീക്ഷകൾക്ക് ചോദിക്കാത്ത ചോദ്യങ്ങൾ. കാരണം പുസ്തകത്തിനകത്ത് അത് ഇപ്പോഴാണ് വന്നേക്കുന്നത്, പുതിയ കണ്ടൻറ്റാണ്. സോ പുതിയ കണ്ടൻറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. 1ാമത്തെ പാഠത്തിലെ ബേസ് ചെയ്തിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി 2-3 പാഠങ്ങൾ കൂടിയുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ആ 2 പാഠങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു റിവിഷൻ കൂടെ ഞാൻ നടത്തുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ മറന്നു പോകാതെ ഓർക്കേണ്ടത് ഹിമാലയത്തിൻ്റെ പുതിയ ക്ലാസിഫിക്കേഷനാണ്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു തരം ക്ലാസിഫിക്കേഷൻ. ഇതിനു മുമ്പ് നമ്മൾ റീജിയണൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. നദികളുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കാശ്മീർ ഹിമാലയം, കുമോയിൻ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം എന്ന് പറഞ്ഞ മറ്റൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പുതിയൊരു ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നു. പടിഞ്ഞാറ് ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അതിനകത്ത് പടിഞ്ഞാറ് ഹിമാലയത്തെ തന്നെ 3ആയി തരംതിരിക്കുന്നു. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ, സവിശേഷതകളൊക്കെ ഇവിടെ നമ്മൾ പഠിച്ചു. മർഗും ബുഗ്യാലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു തന്നു. ട്രാൻസ് ഹ്യൂമൻസ് എന്താ, ആ പ്രോസസ്സ് എന്താണ്, ആ പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞു തന്നു. സോ അതെല്ലാം നന്നായിട്ട് പഠിച്ച് വെച്ചേക്കുക, മറന്നു പോകാതെ പഠിച്ച് വെച്ചേക്കുക. നമ്മളൊരു പുതിയ പാഠം റിവിഷൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. വരുന്ന പരീക്ഷകളൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റണം. പുതിയ പാഠങ്ങളൊക്കെ നേരത്തെ തന്നെ പഠിച്ച് തീർത്ത് അതിൻ്റെയൊക്കെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ആ ഒരു ആത്മവിശ്വാസത്തോടെ പരീക്ഷ സമീപിക്കാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ, നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ, നല്ല മാർക്ക് വാങ്ങാൻ പറ്റട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്